ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളൊരു പഴയ ഗെയിമാണ്. സോ പഴയ ഗെയിമാണെങ്കിലും അടിപൊളി സ്റ്റോറി ബേസും കാര്യങ്ങളും എല്ലാം പക്കായിട്ടുള്ളൊരു സാധനമാണ് പ്രിൻസ് ഓഫ് പേർഷ്യ ബാറ്റിൽ വിത്തിൻ. ഇത് കളിച്ച് ഇത് കംപ്ലീറ്റ് കണ്ട് കഴിയുമ്പോഴേ ഇതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും. സോ നമുക്ക് എന്തായാലും ഒന്ന് കളിച്ച് നോക്കാം ഗൈസ്. നമ്മുടെ പ്രിൻസിൻ്റെ ടീമും ഷിപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പ്രിൻസിൻ്റെ കപ്പൽ ഫാൻഗോസ്റ്റുകൾ ആക്രമിക്കുന്നു. ഫാൻഗോസ്റ്റുകളുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ആക്രമണമുണ്ട്. യെസ്, പ്രിൻസിൻ്റെ നെഞ്ചിലൊരു സാധനമുണ്ട്. പ്രിൻസിൻ്റെ നെഞ്ചിൽ ആ കണ്ട സാധനം ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതാണ് ഇവർക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഹെഡ് ആണ് ഷേഡി. ഈ വരുന്നതാണ് ഷേഡി. നമ്മുടെ പ്രിൻസിനെ കൊന്നുകളയാൻ ഫാൻഗോസ്റ്റുകളുടെ അടുത്ത് പറയുന്നു. ഫാൻഗോസ്റ്റുകളെല്ലാം നമ്മുടെ ഷിപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിവരെ കൊന്നേ പറ്റും. പുറകിൽ നിന്ന് വെട്ടുന്നോടാം. നമ്മുടെ കപ്പൽ നല്ല രീതിക്ക് പൊളിക്കുന്നുണ്ട്. ചാവട. പുറകിൽ നിന്നൊക്കെ വിട്ടു. ചാവ് ചാവ്. വാ വാ വാ. തീമഴയൊക്കെ പെയ്യുന്നുണ്ട്. നമ്മുടെ കപ്പലിൻ്റെ എല്ലാ സൈഡും തകർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് മേളിൽ നിന്ന് ഒരുത്തൻ. അയ്യോ, ഷിപ്പിൻ്റെ പ്ലാറ്റ്ഫോം തുറന്ന് നമ്മൾ താഴെ വേണ്ടിയിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ അവിടെ വെട്ടിക്കൊല്ലോ. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എൻ്റെ പിള്ളേരെ തൊടുപടം. ചാവങ്ങോട്ട്. തൂണിൻ്റെ പുറകിലെടുക്കാം. പിന്നെ അല്ല, ആ വഴി ഇങ്ങോട്ടാണോ? കുന്തോ അമ്മേ. അവന്മാരുടെ കപ്പൽ വന്ന് നമ്മുടെ കപ്പലിനെ ഇടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. ആ, സ്വന്തം ടീം തന്നെ കൊല്ലുവാണോ? നമുക്ക് നേരെ പോകാം. വഴി നമുക്ക് ഈ വള്ളിയെ തൂങ്ങിപ്പോകാം. ഷേഡി അവിടെ നിൽപ്പുണ്ട്. അവളെ ഫിനിഷ് ചെയ്യണം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ കൊണ്ട് പറ്റില്ല. പുറകിൽ നിന്ന് ഫിനിഷ് ചെയ്യിപ്പിക്കാം. മാറി നിൽക്ക്. പുറകിൽ നിന്ന് വെട്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടാ പുല്ലേ. യെസ്, ചാടി വെട്ടി ഞാൻ. വാടാ വാ. നീ ആരെല്ലാം ഉണ്ടോ? വാടാ. ഓഹോ, വാടാ. അവളെയും കൊല്ലണം എനിക്ക്. വഴിയിൽ നിന്ന് മാറിയേക്ക് പുല്ലേ. കിട്ടി. നല്ല ഒരെണ്ണം കിട്ടി നമുക്കിട്ട്. അത് ഇരിപ്പം മുതലാട്ടോ.
നിന്നെ ഒന്നും അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓ, നമ്മുടെ മുഖത്ത് തന്നെ ഓർമ്മ കിട്ടിയിട്ടുണ്ട്. കിടത്തിക്കളഞ്ഞവള്. ഒയ്യോ, നിന്നെ ഞാൻ വീഴ്ത്തും മോളെ. അയ്യോ, എന്നെ വീഴ്ത്തിയോളൂ. എടി പുല്ല, നീ എന്താടി കാണിക്കുന്നത്? അങ്ങനെ നമുക്കിട്ട് വാ 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 വാ. വരുന്നില്ലേ? ഇനിയൊരു വെട്ട് പോലെ എൻ്റെ മുഖത്ത് കൊണ്ടാൽ നല്ല ഓർമ്മ നമുക്കിട്ട് കിട്ടി. ചാവടി. ഷെടി. നമ്മുടെ വാളവൾ പൊക്കി നമ്മളെ തൊഴിച്ച് കടലെറിഞ്ഞു. വൈഫ് ഷേഡിയായിട്ടുള്ള ഫൈറ്റിന് ശേഷം നമ്മൾ തോട്ടിപ്പോയി, കടലിൽ പോയ ശേഷം ഏതോ ഒരു കരക്കടിഞ്ഞിട്ടുണ്ട്. കപ്പലും ആയുധങ്ങളെല്ലാം പോയി. ഒരു സാധനമില്ല ഇപ്പോൾ കയ്യിൽ. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ. അതിനിടയ്ക്ക് കിളികൾ വരെ വന്ന് ആക്രമിക്കുക, അറ്റാക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ നല്ല രീതിക്ക്. ആകെ ഒരു ഇരുമ്പ് കഷ്ണം മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. എന്നെ കൊത്തിയിട്ട് നീ ഒന്നും അങ്ങനെ ജീവിക്കണ്ട, ചാവ്. ഏതോ ഒരു പൊളിഞ്ഞ കോട്ടയാണ് ഗൈസ്. നമുക്കിതിൻ്റെ വെള്ളത്തിലേക്ക് പോലെ. അയ്യോ, പിന്നെയും വിളച്ച്. ഭാഗ്യത്തിന് ആഴമില്ല കേട്ടോ. എങ്ങോട്ടായി പോകുന്നു? ഇങ്ങോട്ട് പോകും. കൊത്തരുത്. ഇതിൻ്റെയൊക്കെ കൊത്തിനെന്ത് പവറാ! രാക്ഷസപ്പറവയാന്നോ? നമുക്കിനി മേളിൽ കയറാനുള്ള വഴി കണ്ടുപിടിക്കണം. ഇത് പിന്നെ അടുത്ത് ചാവങ്ങോട്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് വന്നുകൊണ്ടിരിക്കും. നമുക്ക് മുകളിലേക്ക് വല്ലതും കയറാം. വേറെ ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. ദേ അവിടെ ആരണ്ടൊക്കെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുണ്ട് കേട്ടോ. ദേ അടുത്തവൻ. എനിക്ക് മുമ്പ് ഇവിടെ വന്ന ആരൊക്കെയോ ആണത്. അവസ്ഥ കൂടെ ആയിപ്പോയി അമ്മമാരൊക്കെ. വെരി ഡേഞ്ചറസ് ഏരിയ. സ്റ്റെപ്പ് കണ്ടല്ലോ. നമുക്ക് നേരെ മേളിൽ കയറാം. ഇത് പിന്നെ അടുത്തത്. പിന്നെയൊക്കെ കൊന്ന് എല്ലാത്തിനും കൊള്ളാൻ പറ്റത്തില്ല നമുക്ക്. നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. അയ്യോ, ഇപ്പോൾ താഴെ പോകാൻ. നമുക്കവിടെയും ചാടിക്കും. ഈ വെള്ളം കുടിച്ചാൽ നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടും. അയ്യോ, ഇപ്പോൾ താഴെ പോകും. മേളിക്കറി. നമുക്ക് ഈ വെള്ളം കുടിക്കാം. നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത വഴി തപ്പിപ്പോവാം. നമുക്കിതിൻ്റെ മുകളിൽ കയറാം. സൂക്ഷിച്ചും കണ്ടൊക്കെ വരണേ, താഴെ പോകരുത്. ഇവിടെയും കുറേ കിളികൾ ഇരിപ്പുണ്ട്. നിസ്സാരപ്പെട്ട കിളികളല്ല, അത് കുറച്ച് ടെറർ സാധനങ്ങളാണ്. കാക്കയല്ല. നമുക്ക് അപ്പുറത്തേക്ക് ചാടണം കേസ്. യെസ്, മുകളിലേക്ക് ചാടിക്കയറാം. വഴി തീർന്ന് ഇപ്പുറത്തേക്ക് ചാടണം. നമുക്ക് മുകളിലേക്ക് കയറണം. ഇതിൻ്റെ മുകളിൽ കയറണം.
അതാണ് ജയിലോ? നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെയും കൊണ്ട് വഴി തീർന്നിരിക്കുകയാണ്. മുകളിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ തൂണ് വഴിയേ കയറാൻ പറ്റുള്ളൂ. യെസ്, ഇനി ഇപ്പുറത്തെ തൂണിലേക്ക് ചാടണം. ഇനി നമുക്ക് ഈ മുകളിലത്തെ നിലയിലേക്ക് ചാടാം. യെസ്, ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ട്. അതിനകത്തങ്ങ് ഒന്നുമില്ലായിരുന്നു. ഈ വാതിലിൻ്റെ അടിഭാഗം പൊളിഞ്ഞിരിക്കുക. ഇതിൻ്റെ അകത്ത് കൂടെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. എന്തെങ്കിലും അകത്തുണ്ടെങ്കിൽ മൂഞ്ചു. യെസ്, ഈ ഗോസ്റ്റുകൾ ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ കയ്യിൽ വെറും കമ്പി കഷ്ണം മാത്രമേ ഉള്ളൂ. അതാണ് ഇവന്മാരെ കൊല്ലാൻ എത്ര പാട്. നമുക്ക് ഈ ബോളിൽ കൂടെ പോവാം. ഇവിടെയും ബോളിൽ കൂടെ തന്നെ പോകാൻ ഓപ്ഷനുള്ളൂ. ചാടിക്കോ. അവിടെ വേറെ എടുത്താൽ ചെയ്യിപ്പിക്കാം, ഫിനിഷ് ചെയ്യിപ്പിക്കാം. 2 പേരും ബാക്കിൽ നിന്ന്. എൻ്റെ കയ്യിൽ ആയുധം ഇല്ലാത്തതിൻ്റെ ഞങ്ങളിപ്പോൾ എൻ്റെ കയ്യിലൊരു വാള് കിട്ടിക്കഴിഞ്ഞാൽ 2 വെട്ടേ തീർത്തന്നെ പറയാം. ഇവിടെ ഒരു വാതിലുണ്ടല്ലോ. ഈ സാധനം തുറക്കാൻ പറ്റില്ല. സോ വഴി നമുക്കതിൻ്റെ മുകളിൽ കൂടെ ചാടാം. മതിൽ ചാടണം. എത്ര മതിൽ ചാടിയില്ല. ഇവിടെ അവളുണ്ട്, ഷേഡിയുണ്ട്. പുറകിൽ നിന്ന് വന്ന് ആക്രമിക്കുന്നോ? നമ്മുടെ കയ്യിൽ വാളൊന്നുമില്ല. കിട്ടി, ഒരെണ്ണം കിട്ടി. ചാവടാ, ചാവ്. നമ്മളെ അവളെ നൈസായിട്ട് ഇട്ട് കൊടുത്തു. നമുക്ക് നല്ല രീതിക്ക് പുറകിൽ നിന്ന് വെട്ടി കിട്ടുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യൽ പാടാണ്. ഇവന്മാർ പരസ്പരം വെട്ടിച്ചാവാം. അതെ, എൻ്റെ സമയം വെറുതെ വേസ്റ്റായി. നമുക്ക് ഈ പടിയിൽ ഈ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് ഇവന്മാരെ വെട്ടാം. അതാകുമ്പോൾ ഇവന്മാർക്ക് പുറകിൽ നിന്ന് വെട്ടാനുള്ളൊരു ചാൻസ് കിട്ടില്ല. വാടാ, വാ 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 വാ. പിന്നെയും പുറകിൽ നിന്ന് വെട്ടുന്നു. പുറകിൽ നിന്ന് വെട്ടണമെന്ന് ഞാൻ പറഞ്ഞാൽ ഇവന്മാരൊന്നും ചാവുന്നില്ല. ചാവടാ, ചാവ്. ബീഫാക്കുന്നതിനെ. അവിടെ ഒരു വാതിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ലൈഫ് കുറച്ച് കുറവാണ്. നമുക്ക് എന്തായാലും കുറച്ച് വെള്ളം കുടിച്ചേക്കാം. ഇപ്പം അടുത്ത പള്ളിക്കെട്ട് എന്താണെന്ന് അറിയില്ലല്ലോ. നമുക്ക് ഈ ബോളിൽ കൂടെ തന്നെ പോകാം. അടുത്ത് എന്തോ ഒരു പണി വരുന്നുണ്ട്.
പണ്ടാരം കിളികൾ ഇവിടെ ഉണ്ടോ? ഇതെന്തത് പക്ഷിരാജനോ? നമുക്കവനെ ഫിനിഷ് ചെയ്യണം. ഓ, അവൻ ഡയറക്റ്റ് വെട്ടൽ അവൻ നടക്കൂല. നമുക്ക് ചെറിയ സ്കില്ല് കാണിച്ചു കൊല്ലാം. ചാവടാ. എൻ്റെ തൂവലൊക്കെ പോണ നോക്കി. ടെറർ സാധനം അവൻ. അയ്യോ, നമുക്കിട്ട് നല്ലൊരു കീറ് കിട്ടി. ഒന്ന് പിടയ്ക്കാതിരിക്കടാ, എന്നല്ല എനിക്ക് തന്നെ കൊല്ലാൻ പറ്റുള്ളൂ. നമ്മൾ അതെ, എൻ്റെ സമയം വെറുതെ വേസ്റ്റാക്കി. അവൻ അവിടെ നിന്ന് പോയോ? ചത്തോ? അവൻ അവിടെ നിന്ന് പോയി ഇവിടെ വന്നോ? റാസ്കൽ. എങ്ങനെ മുകളിൽ കയറും? യവനെ പൂട്ടണമെങ്കിൽ വഴിയൊന്നും കാണുന്നില്ല. ഇവിടെ 2 തൂണ് ഉണ്ടല്ലോ. യെസ്, കിട്ടി. നമുക്കിതിലേ കയറി. യെസ്, ചാടി. ആ തൂണയിലേക്കുള്ള ചാട്ടം കുറച്ച് റിസ്ക്കാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അതോടുകൂടി തീരും. റിസ്ക്കാണ്. എന്തായാലും ഒന്ന് ചാടി നോക്കാം. പിടിച്ചോ. യെസ്, കിട്ടി. അടുത്ത ചാട്ടം അവൻ്റെ, അയ്യോ, അടുത്ത ചാട്ടം അവൻ്റെ മുകളിൽ ചാട്ടം. കൊല്ലടാ. നിന്നെ ഇന്ന് കൊല്ലുന്ന കളയുമടാ കുരുത്തം കെട്ടാനെ. താഴെ പോല്. അവൻ ഇവിടുന്ന് പോയി മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലേക്ക് ചെല്ലാനുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്, അതിലെ പോകാം. ഇവിടെ വഴിയില്ല, അപ്പുറത്തേക്ക് തന്നെ തിരിച്ചു പോകാം. ഓ, ഇവിടെ ഒരു വഴിയുണ്ട്. നമുക്ക് മുകളിൽ ചാടിക്കയറാം. ഇവിടെയും തോന്നോ? ഇതും ഭയങ്കര റിസ്ക്കാണ്. ഒന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പരിപാടി തീരും. യെസ്, ചാടിക്കോ. അങ്ങോട്ടൊന്നും ചാടല്ലേ. നിന്നെ എന്തായാലും കൊല്ലാണ്ട് ഞാൻ പോകത്തില്ല. അവൻ്റെ ശക്തി നല്ല രീതിക്ക് കുറഞ്ഞു തുടങ്ങി. വാ 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 വാ. ഇവന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവനെ കൊല്ലാൻ ഇച്ചിരി ടാസ്ക്കാണ്. യെസ്, ഇന്ന് 2 പീസാക്കിയാണ്. നമുക്ക് ഈ വാതിൽ എങ്ങനെയെങ്കിലും ഒന്ന് തുറക്കണം. ഇവിടെ ഒരു സ്വിച്ചുണ്ട്. പണ്ടത്തെ കാലമാണെങ്കിലും സെറ്റപ്പ് അപാരം തന്നെ. വാതിൽ തുറന്നു. ഈ തുണിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തുണി തുണി തൂങ്ങി താഴെ ഇറങ്ങണം. താഴെയും കുറച്ച് ആൾക്കാരുണ്ട്. ഗോസ്റ്റുകൾ വാതിലടഞ്ഞു. ഷേഡി എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്കിട്ട് പണിയാൻ.
താഴെയുള്ളവർ കണ്ടെന്ന് തോന്നുന്നു. അവന്മാർ കുറച്ച് അലർട്ടായിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ തുണിയെ തൂക്കി താഴേക്ക് പോവാം. അവന്മാർ പുറകിൽ നിന്ന് വെട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കുറേ എണ്ണം ഉണ്ടല്ലോ പുറകിൽ. എല്ലാത്തിനും നമ്മൾ ഫിനിഷ് ചെയ്തു. നമുക്ക് അപ്പുറത്തേക്കാണ് എത്തേണ്ടത്. പക്ഷെ വഴിയൊന്നും കാണുന്നില്ലല്ലോ. ഇതിലേ പോകാൻ പറ്റില്ല. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം വല്ലതും ഉണ്ടെങ്കിൽ. കോട്ടവാതിൽ അടച്ചിട്ടേക്കാം. പിന്നെ നമ്മളേലും നാശമായി കിടക്കുകയാണ് കേട്ടോ. നമുക്ക് മുകളിൽ എത്തണം, മുകളിൽ കയറണം. യെസ്, ഇതിലൂടെ തന്നെ കയറാൻ പറ്റും. ചാവട. നമുക്ക് നേരെ അപ്പുറത്തെത്താം. നേരെ താഴത്തേക്ക് ഇറങ്ങാം. അവിടെ ചക്രമൊക്കെ നിന്ന് കറങ്ങുന്നുണ്ട്. ഈ സൈഡിൽ കൂടെ പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 പീസായി പോകും. 2 പീസ്. അയ്യോ, എന്താണത്? വാള്. അവിടെ എന്താ പുകയൊക്കെ കാണുന്നുണ്ടല്ലോ. വെള്ളം. ലൈഫ് കുറച്ച് കുറവാണ്, വെള്ളം കുടിച്ചേക്കാം. അവിടെ എന്തോ അടുത്ത വള്ളിയുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഗെയിം പ്ലേ ഇവിടെ തീർത്തിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത ദിവസം വരാം. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിൽ ഓരോരോ ഗെയിമുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.